ശാസ്ത്രീയ നൃത്തം എന്നാൽ ഭൂരിഭാഗം ആളുകൾക്കും കഥയറിയാതെയുള്ള ആട്ടം കാണലാണ്. എന്നാൽ തലശ്ശേരി സ്വദേശി കലാമണ്ഡലം ഷീബ കൃഷ്ണകുമാർ ഒരുക്കുന്നൊരു പുസ്തകമുണ്ട്. അത് ഈ നൃത്ത ചുവടുകളെ ലളിതമാക്കും. നാട്യശാസ്ത്രത്തിലെ 4-ാം അധ്യായത്തിൽ നൃത്തത്തിന്റെ അടിസ്ഥാന ഘടകമായ 108 കാരണങ്ങളെക്കുറിച്ചാണ് ഈ പുസ്തകം പറയുന്നത്. തലപുഷ്പപുടം മുതൽ ഗംഗാവതരണം വരെ നാട്യശാസ്ത്രത്തിലെ 108 കരണങ്ങൾ. നാട്യശാസ്ത്രത്തിന്റെ ഹൃദയതാളം, നർത്തകരുടെ ശരീരഭാവങ്ങൾ, കൈകളുടെ നീക്കം, കാലുകൾ, അങ്ങനെ ശാസ്ത്രീയമായി എല്ലാം ഏകീകരിക്കുന്ന ഒന്ന്. അത്ര എളുപ്പമല്ലാത്തൊന്നിനെ നൃത്തം ചെയ്യുന്നവർക്കും കാണുന്നവർക്കും ആസ്വാദ്യവും ഹൃദ്യസ്ഥവുമാക്കാനുള്ള ശ്രമത്തിലാണ് കലാമണ്ഡലം ഷീബ കൃഷ്ണകുമാർ. കരണങ്ങളെല്ലാം തന്നെ നമ്മൾ ഒരു പോസ് കൊടുത്ത് ആ കരണം വരച്ചതിന് ശേഷം അതിൻ്റെ ശ്ലോകം സംസ്കൃതത്തിൽ കൊടുത്തു. അതിനുശേഷം അതിൻ്റെ മലയാളം അർത്ഥം കൊടുത്തതിന് ശേഷം അതിൻ്റെ ഉപയോഗക്രമങ്ങൾ, നൃത്തത്തിൽ ഈ കരണങ്ങളുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് എന്നും കൂടി അതിൽ ഉൾപ്പെടുത്തുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. രംഗസൂത്രങ്ങൾ, അഭിനയം, അങ്ങേയറ്റം സങ്കീർണമായ ഭാവരസതത്വങ്ങൾ, ഇവയെല്ലാം ചുരുങ്ങിയ വാക്കുകളിലും ചിത്രത്തിലും ഉണ്ടാകണം. ഓരോ കരണങ്ങളും ശ്ലോകത്തിൽ പറഞ്ഞ പോൽ ഷീബ കൃഷ്ണകുമാർ തന്നെ അവതരിപ്പിച്ചു. തത്സമയം ചിത്രകാരൻ BTK അശോക് അത് ക്യാൻവാസിലേക്ക് പകർത്തി. നടരാജരൂപത്തിൽ ചിത്രങ്ങളും ഒരുങ്ങി. എന്തായാലും ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു ചിത്രീകരണം നടത്തുന്നത്. ഒരുപാട് നിയന്ത്രണങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ധാരാളം നിയന്ത്രണങ്ങളുള്ള ചിത്രങ്ങളാണ് നമ്മൾ വരയ്ക്കേണ്ടത്. നമ്മുടേതായ ഭാവനകൾ ചേർക്കുന്നതോടൊപ്പം അതോടൊപ്പം തന്നെ നിയന്ത്രണങ്ങളും അതുപോലെ തന്നെ നമ്മളെ പിന്തുടരുന്ന ചിത്രങ്ങളാണ് നമ്മൾ വരയ്ക്കേണ്ടത്. ഓരോ ചിത്രത്തിന് താഴെയും നാട്യശാസ്ത്രത്തിലെ സംസ്കൃത ശ്ലോകത്തിന്റെ അർത്ഥം മലയാളത്തിലുണ്ടാകും. കരണങ്ങളുടെ പ്രയോഗരീതിയും. ഷീബ കൃഷ്ണകുമാറിന്റെ 4-ാമത്തെ പുസ്തകമാണ് നാട്യശാസ്ത്രം 108 കരണങ്ങളുടെ തനിമ. ഏഷ്യാനെറ്റ് ന്യൂസ്, കണ്ണൂർ.